യാ പടച്ചറപ്പേ, സ്പീഡോട് ഇതിൽ മേൽക്കൂടെ കയറി ചാടി പോകുന്നതാ. ഒരടി ഇനി വണ്ടി ടാന്ന് അറിഞ്ഞാണ്ട്. അതാ പൈസക്ക് ഒരു കുറവുള്ള രാജ്യമൊന്നുമല്ല. ഇഷ്ടംപോലെ സ്വർണം പിന്നെ കോപ്പർ എല്ലാ പണ്ടാരങ്ങളും മൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് അതിൻ്റെ ഒരു ഗുണം ഇൻഫ്രാസ്ട്രക്ചറിൽ കാണില്ല. മുത്താണ് ജി. അങ്ങനെ വന്ന് നമ്മൾ വലിയൊരു ടൗണിലെത്തിയിരിക്കുന്നു. ഗോയ്സ്, അങ്കോളൻ്റെ ഇതൊരു ടൗണാണ് അത്ര. അങ്കോളൻ്റെ ബോംബം പതാക ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അടി ചോട്ട് കൂടാണ്ട് പോയാലോ. നമീബിയൻ്റെ ഏറ്റവും നോർത്ത് ഭാഗത്തായിട്ടുള്ളത്, അതായത് നമീബിയ അങ്കോള ബോർഡർ സൈഡിൽ ഞാൻ എവിടെ ഇപ്പം നിൽക്കണമെന്ന് വെച്ചാൽ 2 റോഡ് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് റോഡ് കാണുന്നുണ്ട്. ടാറിംഗ് ഒന്നുമില്ല. ബാക്ക് ഇങ്ങനെ നേരം പോയി കഴിഞ്ഞാൽ ഏകദേശം റോഡ് മുട്ടും. പിന്നെ അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്കോള ബോർഡറിലേക്കുള്ള വഴിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇതെന്താ റുവക്കാന എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഏതായാലും നമ്മളെ പാലക്കാടൊക്കെ ഇങ്ങനെ പോയി നിന്ന പോലത്തെ ഒരു സംഭവം സെറ്റാ. പിന്നെ ബോർഡറിൽ നിന്ന് ക്രോസ് ചെയ്യണം. സമയം ഇവിടെ 1:30 ആയിട്ടുള്ളൂ. അങ്കോളയിൽ സമയം 12:30. 1 മണിക്കൂർ കൂടി ഇനി നമ്മൾ ബാക്കോട്ട് പോകാൻ പോകട്ടെ. അപ്പം ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്കോള ഇന്ത്യക്കാർക്ക് പിന്നെ ഓൺ അറൈവൽ വിസ ഉണ്ട്. ഫസ്റ്റ് 1 മാസം പേയ്മെൻറ്റ് വേണ്ട, അങ്ങനെയൊക്കെയാണ് നിയമം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവരെന്താ പറയുകയെന്നുള്ളത്. അപ്പം നോക്കുക, ചിലപ്പോൾ പൈസ ഒക്കെ വാങ്ങും. 1 മാസം കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും പൈസ വേണ്ടത്. പോയിട്ട് വരാം, അതല്ലേ. സോ നമ്മൾ അടുത്ത രാജ്യത്ത് കയറാൻ സമയമായി ഗൈസ്. സിറ്റി ഞാൻ കണ്ടുപിടിച്ച് മക്കളെ. ഷോപ്പറേറ്റ് കയറി ഞാൻ രാത്രിക്കുള്ള ഫുഡും ഇപ്പം കഴിക്കാനുള്ള ഫുഡും വാങ്ങിയിട്ട് പോവാം. കാരണം അങ്കോളയിലെ എന്താ അവസ്ഥ എന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ലെഫ്റ്റ് എടുക്കണമല്ലോ. ഒമഹാനീനെ ബോർഡർ പോസ്റ്റ് അങ്കോള. 5 കിലോമീറ്റർ ഉണ്ട് ബോർഡർക്ക്. ബോർഡറിലെത്തിയിട്ട് നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആദ്യം അവിടെ പോകേണ്ടി വരും. വണ്ടിയെല്ലാം സൈഡാക്കാം. അപ്പോൾ അത് സെറ്റ്. നമീബിയ ഔട്ടായി. കുറേ ആളുകൾക്ക് കാരണമായിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ പറഞ്ഞെടുക്കണം. ഗേറ്റ് ഒന്ന് പൊന്നിച്ചിട്ടുണ്ടെങ്കിൽ പോയിനി. അങ്കോള കഴിഞ്ഞ് വരുമ്പോൾ കാണാം. അങ്കോള കഴിഞ്ഞിട്ട് നമ്മൾ നമീബിയക്ക് തന്നെ വരണം കേട്ടോ. എന്നാലും അടുത്ത രാജ്യം പിടിക്കാനുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറം ഉള്ളത് കോങ്കോ ആണ്. എൻ്റെ പൊന്നോ, ഞാൻ പോണില്ല. വണ്ടിയായിട്ട് പോലെ തീരെ സേഫ് അല്ല. ഓ, ഈ സൈഡാണ് അങ്കോള. Angola is this side? What? Drive is this side? Yes. Angola. Oh, perfect. Angola നീവാണല്ലോ ഡ്രൈവിങ്. എന്തായാലും നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഗേറ്റിന്റെ പൊന്തിക്കുമ്പോൾ ടൈം മാറി, കറൻസി മാറി, ഡ്രൈവിങ്ങിന്റെ സൈഡ് മാറി. എന്തായാലേ സ്വഭാവം മാറി. അത് ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് അങ്കോളൻ്റെ വിസ കിട്ടി മക്കളെ. സിമ്പിൾ പരിപാടി. നേരെ പാഞ്ഞോട് ചെല്ലുക, ഒരു വിസ എന്ന് പറയാം, വിസ എടുക്കാൻ പോരാ. ഇന്ത്യക്കാർക്ക് വിസക്ക് പൈസ ഇല്ല അങ്കോളയിൽ. 30 ദിവസം വരെ നിൽക്കുകയാണെങ്കിൽ ഫ്രീ ആണ്. ഓണറേബിൾ വിസയുണ്ട്. ചെന്ന് കൊടുത്താൽ മതി, വിസ കിട്ടും. 30 ദിവസത്തിന് ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വിസക്ക് പൈസ കൊടുക്കണം. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി.
പിന്നെ എന്താ വെച്ചാൽ പിന്നെ റോഡ് ടാക്സ് ഉണ്ട്. $121 നമീബിയൻ ഡോളർ വരും. ഏകദേശം ഒരു ചില്ലറ പൈസ ഉള്ളൂ. 100 എന്ന് പറഞ്ഞാൽ ഒരു $500 കേസ്. അപ്പോൾ അതും കൂടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ പോകാം. പെട്ടെന്ന് പരിപാടി കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കയ്യിൽ ആകെയുള്ളൊരു സാധനം ഒബ്രിഗാദു, അതായത് ബോത്താർത്തേനി. ബോത്താർത്ത് പറഞ്ഞാൽ നമ്മളെ മൊസാമ്പിക്കിലെ ഗുഡ് ആഫ്റ്റർനൂൺ. അതിപ്പോൾ മൊസാമ്പിക്കിൽ നിന്ന് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. അങ്കോളയിലും പോർച്ചുഗീസ് തന്നെയാണ് കേട്ടോ ഭാഷ. അതുകൊണ്ട് ഇട്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേക്കാ ചങ്ങ എന്തൊക്കെയോ പിന്നെ പറഞ്ഞതിൽ ഞാൻ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ആകെ ബോത്താർത്ത് ബോന്തിയെ മാത്രമേ അറിയുള്ളൂ പറഞ്ഞു. അതിൽ പിന്നെ അവന് ഇംഗ്ലീഷ് അറിയുന്നവൻ്റെ അടുത്ത് കൂട്ടി കൊണ്ടുപോയി ഇതൊരു മങ്ങിച്ച ഇംഗ്ലീഷ് അറിയുന്നവൻ്റെ അടുത്തേക്ക് കൂട്ടി കൊണ്ടുപോയി ചങ്ങായി ഇതേമാതിരി ഇങ്ങനെ ഒരു അന്തല്ലാതെ വന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വിസ കടിച്ച് തന്ന് ശുഭം. ഇനിയൊരു പോക്ക് അങ്കോളയൊക്കെ ഉണ്ട്. 2 ദിവസം നമ്മൾ അങ്കോള ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബോർഡർ തിരിച്ചു കയറും. ഇവിടുത്തെ ഗേറ്റ് തന്നെ. താങ്ക് യു. Welcome to Angola. Manindal kara. 155. Not enough photo, no. Video, no photo. It's vlog, YouTube, famous. It's a boss, matter. 5. ഒരു ഇന്ത്യൻ ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ $1 $10. കണക്കൂട്ടാൻ സുഖമല്ല. അപ്പം ഇനി കണക്ക് കൂടി പേക്കല്ല. $1 എടുത്തു കഴിഞ്ഞാൽ 10 അങ്കോളൻ ക്വാൻസ കിട്ടും. റോഡൊന്നും ഇല്ലല്ലേ. ദമ്മിൽ ഇങ്ങോട്ട് പോന്നിട്ട് പൈസ തന്നെ മെയിനായിട്ട് പരിപാടി ബോസ്. വേണ്ടടാ, എല്ലാവരും പൈസ മാറ്റാനാണ് നടക്കണേ. അപ്പോളേ 189 കിലോമീറ്റർ ഓടിയാലാണ് നമ്മൾ ഉദ്ദേശിച്ച അടുത്ത ടൗണിലെത്തുക. പറപ്പിച്ചാൽ ഇതിനാ നമ്മൾ വെറുതെ കുറെ പൈസ കൊടുത്താണ്ട് ഓഫ് റോഡൊക്കെ പോണേ. ഇവിടെ നിൽക്കുന്നത് കണ്ടമാനം ട്രാക്ക് എടുക്കുന്നത് വെറുതെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള. ഞാൻ വണ്ടിക്കാരൊക്കെ ഉണ്ട് എൻ്റെ മാതിരി. ഒറ്റ കാര്യമുള്ളൂ, ഇതിലുള്ള 4x4 വണ്ടി മാത്രമേ പോകുള്ളൂ. മറ്റേ ഇടയ്ക്ക് നല്ല അടിപൊളി മണൽ വരുന്നുണ്ട്, അവിടെ കിടന്ന് കറങ്ങും. അപ്പൊ ഒരു ഇന്റർനാഷണൽ ഹൈവേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ ഒരു രാജ്യത്തിന്റെ റോഡ് എന്ന് പറയുന്നത് 4x4 വണ്ടിക്ക് മാത്രം പോകാനുള്ളതാണ്. ഇപ്പോ നന്ന ഏതായാലും പിന്നെ ഇടയിൽ വേറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല, വീടുകളൊക്കെ ഉണ്ട് ഇടയിൽ. ഓരോ കുഴിയിൽ നിന്നും അടുത്ത കുഴികളിലേക്കുള്ള യാത്രയാണ്. ഇവിടെ റൈറ്റ് ഒക്കെ എടുക്കാൻ പറയണ്ടല്ലോ. ഇപ്പൊ ഓല സൗകര്യത്തിനപ്പം പോണ്ടിയേ. വൃത്തിയായി. ഇത്ര നേരം 10 പൈസക്ക് ഇല്ലാത്ത റോട്ടും കൂടിയാണ് ഓടിയെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ 5 പൈസക്ക് ഇല്ലാത്ത റോട്ടും കൂടെ പോകുള്ളത്. ഈ റോഡോ ഇതൊക്കെ നാട്ടപ്പടി ആവൂല. 24 കിലോമീറ്റർ ഇങ്ങനെ തന്നെ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ എന്താണ് സ്ഥിരമാവും. അവിടെ നിന്ന് നേരെ തന്നെ പോകല്. ഈ കൂടുതൽ ഞാൻ എന്താ വേണ്ടേ, മുതലായി. എവിടേക്കതൊക്കെ എത്തണേന്നാവോ. നെറ്റ്വർക്കും ഇല്ല, ഇവിടുത്തെ സിമ്മും എടുത്തില്ല. നല്ല വിറ്റുണ്ടാവും ഏതായാലും. ഏതാ റോഡ് അറിയാം. നമുക്ക് ഒറ്റ കാര്യം ഇതിനൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. ഏതൊക്കെ രാജ്യത്ത് കറപ്ഷൻ ഉണ്ടോ, അഴിമതി ഉണ്ടോ,
ആ രാജ്യമൊക്കെ വികസിതമല്ല. നമീബിയൊക്കെ എന്താ സൂപ്പറല്ലേ, അടിപൊളിയല്ലേനോ. ടൗൺ ആണെങ്കിലും ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പിന്നെ റോഡിലെ സേഫ്റ്റി എല്ലാം നോക്കുകയാണെങ്കിൽ അടിപൊളി. ഇനി അങ്ങോളൊക്കെ എത്തിയപ്പോൾ നേരെ മാറി. ഇപ്പൊ ഏതോ ഒരു തൊടി, അൽവിയാജിന്റെ തൊടി കൂടിയാ പോണേ. ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ്, മെയിൻ ഹൈവേ പോയി കാണിക്കണേ. പക്ഷെ എന്റെ മുന്നേയും പോയി ആളുകൾ ഉണ്ട് ഇതില്ല. അതാണ് ഈ ട്രാക്ക് ഇങ്ങനെ. മോനെ കഴിച്ചിലായി പോയിട്ടാന്. ഓ, ഈ കുയിലാണ് ചാടി വണ്ടി. ഇതിന്റെ സ്പീഡ് കൊണ്ട് രക്ഷപ്പെട്ടതാ, അല്ല തീരുമാനമായി. യാ പടച്ചറപ്പേ, സ്പീഡോട് ഇതിന് മേൽക്കൂടെ കയറി ചാടി പോകുന്നതാ. ഒരടിയനി വണ്ടി ടാന്നറിഞ്ഞാണ്ട്. എന്തു റോഡാ ചങ്ങായിമാരുണ്ടാക്കി വെച്ചത്. മെയിൻ സാധനം കട്ടിട്ട് രാജ്യത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾക്ക് പൈസ ഉപയോഗിക്കാനില്ലായിട്ട് ആയിപ്പോയതാണ് ഇങ്ങനെയൊക്കെ. അല്ലാതെ പൈസക്ക് ഒരു കുറവുള്ള രാജ്യമൊന്നുമല്ല. ഇഷ്ടംപോലെ സ്വർണം, പിന്നെ കോപ്പർ, എല്ലാ പണ്ടാരങ്ങളും മൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് അതിൻ്റെ ഒരു ഗുണം ഇൻഫ്രാസ്ട്രക്ചറിൽ കാണില്ല. മുത്താണ് ടയർ നമുക്ക് മൊത്തലായി പോയിട്ടോ മിഷ്ലിൻ്റെ. എങ്ങനെങ്കിലും ഒന്ന് ഉടയിൽ എത്തിയാൽ മതി. നായിപ്പോയി ആദ്യമായിട്ട് ഇങ്ങനെ കുടുക്കം കുടുങ്ങിയേ. സത്യത്തിലെല്ലാം പേടിച്ചിന്. ഓ, അങ്ങനെ വന്ന് നമ്മൾ വലിയൊരു ടൗണിലെത്തിയിരിക്കുന്നു. ഗോയ്സ്, അങ്കോളൻ്റെ ഇതൊരു ടൗണാണ് അത്രേ. അങ്കോളൻ്റെ ബോംബം പതാക ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അടി ചോട്ട് കൂടാണ്ട് പോയാലോ. എന്താ TVS വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. റോഡില്ലെങ്കിൽ എന്താ വമ്പൻ സാധനങ്ങളാണ് എടുത്തുള്ളത്. എന്തോ ടെക്സ്റ്റൈൽസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് പോലെ സിറ്റി അല്ലേ. ആലോചിക്കണം അല്ലേ, എത്ര കൊല്ലം, ഒരു 50 കൊല്ലം കേരളം മുന്നേ എങ്ങനെയായിരുന്നു ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇവര് ഓടുന്നത് അല്ലേ. ഇവരെ സംബന്ധിച്ചോളം ഇതാണ് ലോകം ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം ടെലിഫോണും സംവിധാനങ്ങളും ഒന്നും ഇല്ലല്ലോ ലോകത്തിന് അറിയാൻ. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഒന്ന് കരുതി നിൽക്കുന്നുണ്ടാവും. ഇതെങ്കിലും ഒരു നല്ല റോഡായ മതി. ഇപ്പൊ ഏതോ ഒരു സ്ഥലത്തെത്തി നമ്മള്. നല്ലതൊക്കെ കണക്കന്നെ. ഒരങ്ങാടി അത്ര തന്നെ. ഇവിടുത്തെ റോഡിൽ എന്തോ നേരി മാറ്റുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ മണ്ണ കൊണ്ടേ തട്ടി കാണുന്നുണ്ട്. മൊത്തം ഒരു 100-200 കിലോമീറ്റർ ഇങ്ങനെ ഓടി നമ്മൾ ഈ കോലത്തില്. ഇവിടുത്തെ എന്താ അവസ്ഥ നോക്കട്ടെ. ഒരു 6 കിലോമീറ്റർ ഓടിയാലേ ഒരു സിറ്റി കിട്ടോ. അവിടെ എന്താ അവസ്ഥ പോയി. എയർപോർട്ടൊക്കെ ഉള്ള വലിയ സിറ്റിയാണ്. റോഡും നന്നായ മതി. ഇനി റേഞ്ചില്ലേലും കുഴപ്പമില്ല. ഇത് സോങ്കോങ്കോ പറഞ്ഞ സിറ്റി ആണത്. നമ്മൾ ഇത്ര ദൂരം 100-200 കിലോമീറ്റർ പ്രതീക്ഷയോടെ ഓടിയത് ഇവിടേക്കായിരുന്നു. ഇവിടുന്നെങ്കിലും ടാർട്ട റോഡ് കിട്ടുമെന്ന് കരുതിയിട്ട്. പക്ഷെ എൻ്റെ പ്രതീക്ഷ എപ്പോഴും പോയിട്ടില്ല. ഇനിയും പോകാണ്ട് ഒരു 200 മീറ്റർ കൂടി കഴിഞ്ഞ റൈറ്റിൽ തിരിയണം. കഴിഞ്ഞ നല്ല റോഡ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രതീക്ഷ വെറുതെ ആവരുതേ പഠിച്ചോനെ. ഇനി വലിയ കുഴി ചാടി മരിക്കാൻ. യെസ്. ഓ
മൈ ഗോഡ്, ഫൈനലി ഇത് റോഡ്. ഇവരോട് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച് ബ്രോ. ഓനക്കെന്നെ മനസ്സിലായില്ല എന്തിനാ നന്ദി പറഞ്ഞത്. എല്ലാ പമ്പിലും വരിക്കുണ്ട് കേട്ടോ ആൾക്കാർ. ഇവിടെ എണ്ണ ഇല്ല എന്നുള്ള കാര്യം തീരുമാനമായി. നമ്മൾ ബാക്കത്തെ ക്യാനിൽ എണ്ണ ഉണ്ട് 20 ലിറ്റർ. അതുകൊണ്ട് എങ്ങനെങ്കിലും എവിടെയെങ്കിലും എണ്ണ കിട്ടുന്നിടത്ത് എത്താം നമുക്ക്. പ്യൂമിന്റെ പമ്പ് ഇവിടെ എണ്ണ ഇല്ലേ? ഇവിടെ വരുന്നു ഡീസൽ. നോ തുറന്നേ. ഡു യു നോ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് നമുക്ക് ആ സംഭവം തന്നെ അറിയില്ല എന്താന്ന്. എട്ട് മക്കള്. നമുക്ക് ഇനി 95 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള സിറ്റിക്കാട്ട് നമ്മൾ പോണത്. അവിടെ വരെ ഈ റോഡ് ഇങ്ങനെ തന്നെ ആയാൽ മതി. ഇനി ഒരു വിധത്തിൽ അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഓടിയതിന് ശേഷം ഓഞ്ചിവ എന്നൊരു സിറ്റി എത്തി. നമ്മള് ഗ്ലാസ്സൊക്കെ ആകെ പ്രാണിയടിച്ച് നാശായിക്കണ്. എങ്ങനെങ്കിലും ഒന്ന് ഫസ്റ്റ് കിട്ടുന്ന സ്റ്റേയിൽ ഇനി എത്ര പൈസ ആയാലും അവിടെയാണ് കിടന്നുറങ്ങും ഞാൻ. പിടുത്തം വിട്ടാണ്. ഇവിടെ ഒരു എണ്ണപ്പമ്പ് ഉണ്ട്. എണ്ണപ്പമ്പ് അവിടെ കഴിച്ചാലോ. കാർഡൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന പമ്പ് തന്നെയാണ്. ഇക്കും പോയി നോക്കാം. Do you accept a card? Swiping machine. ചെങ്ങൈ വേറെ ഏതോ ഭാഷയാണല്ലോ പഠിച്ചോനെ. മെഷീൻ. എന്താ അവിടെ കുറെ ആൾക്കാർ നോക്കിക്കണേ. എന്താണ് എണ്ണ അടിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ് പൈസ വലിക്കാൻ, പൈസ കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു. കിട്ടുകയാണെങ്കിൽ അടിച്ചാൽ മതി എന്നാ പറഞ്ഞ്. പക്ഷെ ഇവിടെ വിസ കാർഡും മെസ്റ്റർ കാർഡും എടുക്കൂല. സൗദിൻ്റെ പിന്നെ കാർഡ് കൊടുത്ത്, സൗദി അറേബ്യത്തെ കാർഡ് കൊടുത്ത്, ഇന്ത്യൻ്റെ ബാങ്ക് ATM കൊടുത്ത്, ക്രെഡിറ്റ് കാർഡ് കൊടുത്ത്, അതേപോലെ തന്നെ ഖത്തറിൻ്റെ സാധാ ക്രെഡിറ്റ് കാർഡും കൊടുത്ത്, ബാങ്കിൻ്റെ കാർഡും കൊടുത്ത്. ഡെബിറ്റും ക്രെഡിറ്റും 3 രാജ്യത്തിനും പറ്റൂല അത്രേ. ഇവിടുത്തെ ബാങ്ക് ഏതുകൊണ്ട് ഇവിടുത്തെ അത് മാത്രമേ പറ്റുള്ളൂ പറഞ്ഞു. വല്ലാത്തൊരു കുഴക്ക് വാങ്ങിപ്പോയി. ഇങ്ങനെ ഒരു രാജ്യത്തിനാ ഈ രാജ്യം മാപ്പിൽ അവിടെ ഒഴിവാക്കിയോടെ പേർക്ക്. എണ്ണ നോക്കിയാ പറ്റ കഴിഞ്ഞ് പുടുത്തം വിട്ട് വറ്റിച്ചാണ്ട് ഓടുന്നപ്പോ. ഞാൻ ആദ്യമേ ഒരു ഗസ്റ്റ് ഹൗസിക്ക് ലൊക്കേഷൻ ഇട്ടാണ്ടാ പോകുന്നത് കേട്ടോ. അവിടെ പോയി വെക്കും നമ്മള്. ഇങ്ങനെ പോയിട്ട് ഇതെല്ലാം അടുത്തത്. ഇത് ഇതൊക്കെ ഒരു സ്ഥലമാണോ? ഇതൊക്കെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് അങ്ങനെ കൂട്ടണല്ലേ. പോയോട്ടെ. റൂം 12,000 കോൺസൊക്കെ റൂം എടുത്തിട്ടോ. എന്താ സുഖമല്ല കണക്കൂട്ട 1200. ഉറക്കവും ഉണ്ട്. ഇവിടെ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഉറങ്ങാൻ രാവിലെ നീച്ച് പോവാം.